കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ബ്രസയാണ്. അപ്പോൾ മാരുതിയുടെ വിറ്റാര ബ്രസ ZDI ഓപ്ഷനിൽ നടക്കുന്ന ഒരു വാഹനമാണ്. ഫുൾ ZDI എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഫുൾ ഓൾറൈറ്റ് തന്നെ വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിൽ വന്ന വാഹനമാണ്, ഡീസൽ വണ്ടിയാണ്. അതുകൂടെ തന്നെ 73,400 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ CC നോക്കുകയാണെങ്കിൽ 1248 CC ആണ് ഈ വാഹനം വന്നിരിക്കുന്നത്. 4 സിലിണ്ടർ വരുന്നുണ്ട്. അതുകൂടെ തന്നെ രജിസ്ട്രേഷൻ വാലിഡിറ്റി 2033 29/5 വരെ ഇതിന് വാലിഡിറ്റി കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ടാക്സ് നോക്കുകയാണെങ്കിൽ 33 മാർച്ച് മാസം വരെ നിലവിൽ നിൽക്കുന്ന ഈ ഒരു വാഹനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻട്രോയിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ മോഡൽ പറയാനുള്ളത് 2018 മോഡൽ 4 മാസം പുറത്തേക്ക് വന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് കവർ ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് ബ്രസ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാരുതിയുടെ ആ ഒരു SUV കാറ്റഗറി, അല്ലെങ്കിൽ നമുക്ക് കോമ്പാക്ട് SUV എന്നൊക്കെ പറയാം, ആ ഒരു കാറ്റഗറിയിലേക്ക് മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വണ്ടിയാണ് ഈ ഒരു ബ്രസ. ഒട്ടനവധി ബ്രസ സെയിലായി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ടോപ്പ് 20 സോൾഡ് വെഹിക്കിൾസിനകത്ത് എനിക്ക് തോന്നുന്നു 8th or 9th നിൽക്കുന്ന വാഹനം കൂടിയാണ് ഈ ഒരു ബ്രസ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഈ ബ്രസ എത്തിക്കുമ്പോൾ വളരെയധികം നീറ്റ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. ഇതിൻ്റെ ബോഡി ക്വാളിറ്റി ഒക്കെ കാണാം, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബോഡി ക്വാളിറ്റി. ഒരു രീതിയിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് പോകാം. പിന്നെ ഒരു ഡീസൽ വാഹനമാണ്, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാണ്, നല്ല മൈലേജും പവറൊക്കെ തരുന്ന വണ്ടിയും കൂടിയാണ്. ഫ്രണ്ടും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ ടോപ്പ് വ്യൂ നോക്കാം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് പോകാം, വീലാർസിലേക്ക് പോകാം. നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന വീലാർസും കൂടെ കാണാം. ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളും കിട്ടുന്നില്ല. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. അതേപോലെ ബോണറ്റ് നോക്കാം. ബോണറ്റ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബോണറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ ലാമ്പ് നോക്കാം. ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പും DRLs ഒക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഫ്രണ്ടിലെ പോർഷൻ നോക്കാം, അതും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത് നമുക്കിവിടെ കാണാം. ലാമ്പും ഓക്കെയാണ്, നീറ്റായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. സൈഡ് പോർഷനിലേക്ക് വരാം. 2 ഡോറും നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വീലാർച്ച് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് നോക്കാം. അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. സൈഡ് പോർഷനൊക്കെ ഓക്കെയാണ്. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വൈപ്പർ വരുന്നുണ്ട്, ഡിഫോഗേഴ്സ് വരുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് കിട്ടുന്നുണ്ട് കാണാം. അതേപോലെ നമുക്കിനി ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ടയേഴ്സ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡും 2 ഡോറായാലും നല്ല നീറ്റായിരിക്കുന്ന ഡോർസും നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. ഇവിടെ വരുമ്പോൾ ഡോർ പാഡ്സ് നോക്കാം. ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഡോർ പാഡ്സ് കാണാൻ പറ്റും. ബാക്കി പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഡാഷൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എയർ ബാഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മാനുവലാണ് വന്നേക്കണേ. പ്ലാറ്റ്ഫോം നോക്കാം. ഡോർ പാഡ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല നീറ്റായിരിക്കുന്ന സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. റൂഫ് നോക്കാം. റൂഫിലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. അതേപോലെ സീറ്റ്സും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പയ്യെ ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിന് ശേഷം നോക്കിയ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ബാക്കിലെ സീറ്റ്സും കിട്ടുന്നുണ്ട്. പിന്നെ 3 ഹെഡ് റെസ്റ്റ്, ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ലെഗ് റൂം വെക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ ബൂട്ടും എഞ്ചിൻ ഭാഗവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ലിവർ അപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ റൂമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് ചെയ്യാം. അതേപോലെ തന്നെ എഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ആപ്രോൺ കാര്യങ്ങളൊക്കെ നോക്കാം. ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ് വന്നേക്കണേ. എഡ്ജസ്റ്റൊക്കെ നോക്കാം. ഇവിടെ ഉണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. അതേപോലെ ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഈ ഒരു എഞ്ചിൻ റൂം അതേപോലെ ലിഡും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി വാഹനത്തിൻ്റെ ബൂട്ടിലേക്കൊന്ന് വായിക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിലേക്കൊന്ന് പോട്ടെ.
അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് കുഴപ്പമില്ലാത്ത ബൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ലാവിഷ് സ്പേസ് നമുക്ക് കിട്ടുന്നില്ല. എന്നാലും നീറ്റായിട്ട് നീങ്ങുന്ന ബൂട്ട് നമുക്ക് കൂടെ കാണാൻ പറ്റും. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി എഡ്ജസ്റ്റിലേക്കൊന്ന് നോക്കാം. എഡ്ജസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്ക് കിട്ടുന്നുണ്ട്. ലിഡായാലും ഓക്കെയാണ്. അതേപോലെ നമുക്കിനി താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒന്ന് അപ്പിയിട്ട് എയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഈ വാഹനത്തിൻ്റെ ടയേഴ്സ്. കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ടയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് അതേപോലെ എക്സ്റ്റീരിയേഴ്സും. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു, ഈ ഒരു ബ്രസ കണ്ടു കഴിഞ്ഞു. നല്ല കലക്കം വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്, ZDI ആണ്, ഫുൾ ഓപ്ഷൻ എന്നൊക്കെ വാഹനമാണ്. നിലവിൽ ഇതിൻ്റെ ഓഡോമീറ്ററിൽ കാണിക്കുന്ന ആവറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 കിലോമീറ്റർ അതിൻ്റെ ആവറേജ് ഇപ്പോൾ നിലവിൽ കാണിക്കണം. ടൗൺ മൈലേജ് ഉണ്ട് പറഞ്ഞാൽ. ഹൈവേയിലൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ അടിച്ചു കയറി പോകും. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ പോയി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് ഇറക്കാം. ഇറങ്ങാനാകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 8,60,000 രൂപ ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഷോറൂം നമ്പർ കൊടുത്തിട്ട് വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ വരുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.